ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് കൂട്ടാൻ വെക്കാം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വീട്ടിലുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കായിരിക്കും നല്ലത്. അപ്പോൾ അതിനായിട്ട് കുറച്ചെടുത്ത് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഇനി മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 5 ചെറിയ ഉള്ളി, ഒരു 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഈ സമയത്ത് പച്ചമുളകോ കുരുമുളകോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വിസിലായിട്ടുണ്ട്. അപ്പം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായാലേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇച്ചിരി ലൂസോടെ വേണ്ടെന്നുള്ളവർക്ക് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നന്നായി പൊട്ടി വന്നതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനെന്താ പേര് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും പുറത്തിറങ്ങാതെ ചക്കക്കൂട്ടാനും കഞ്ഞിയെല്ലാം കുടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.